ഹലോ ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ് കേട്ടോ. എൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടി പെട്ടെന്നൊരു യാത്ര പോകാനായിട്ട് തീരുമാനിച്ചു. അധികം പ്ലാനിങ് ഒന്നും ഇല്ലാതെ തന്നെ. അതങ്ങനെയാണല്ലേ, ഒരുപാട് പ്ലാൻ ചെയ്ത് നടത്തുന്ന യാത്രകളെക്കാളും പെട്ടെന്ന് തീരുമാനിക്കുന്ന യാത്രകൾക്ക് ഭംഗി കൂടുതലാണ് അല്ലേ? തലേ ദിവസത്തെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ പുലർച്ചെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും എഴുന്നേൽക്കാനും നേരം വൈകി, നമ്മൾ അവിടെ നിന്ന് യാത്ര പുറപ്പെടാനും നേരം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ നമ്മൾ പോയത് ഞം അടിക്കാനാണ്, അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? കേരളത്തിലെ തന്നെ നല്ല സുന്ദരമായിട്ടുള്ള ഹിൽ സ്റ്റേഷനായ പാലക്കാടിൻ്റെ സ്വന്തം നെല്ലിയാമ്പതിയിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പ്രകൃതിയും അതുപോലെ തന്നെ തണുപ്പും കാറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിന്നീട് പോത്തുണ്ടി ഡാമെല്ലാം കഴിഞ്ഞ് പാലക്കാടിൻ്റെ നല്ല ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ പതിയെ ചുരം കയറാനായിട്ട് തുടങ്ങി കേട്ടോ. ഡിസംബറിലായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തണുപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ പൊതുവേ തണുപ്പ് കുറവായിരുന്നു. പിന്നീട് നമ്മൾ ആദ്യം എത്തിയ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് വരയാട് മല എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെയാണ് എല്ലാവരും ഇറങ്ങി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ദൂരെ മലയും പിന്നെ ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ KSRTC ബസ്സിൻ്റെ ഉല്ലാസയാത്ര ബസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ ഒറ്റയ്ക്ക് വരുന്നവർക്കോ വണ്ടിയില്ലാതെ വരുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് KSRTCയിൽ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ പദ്ധതി. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. ഇനി നമ്മൾ പോകുന്നത് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് മുമ്പായിട്ട് ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ നിറയെ കാപ്പിമരങ്ങളുണ്ടായിരുന്നു. അതിൽ നിറയെ കാപ്പിക്കുരു ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാപ്പി പൂക്കുമ്പോഴും നല്ല മണമാണ് അതിൻ്റെ പൂവിന്. ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റിലൂടെയുള്ള വഴിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. പിന്നെ നെല്ലിയാമ്പതി വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രി ടൈം എന്ന് പറയുന്നത് 7 മണി തൊട്ട് 3 മണി വരെയാണ്. 5 മണിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ ചെക്ക് പോസ്റ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ പോവുകയാണ്. അവിടെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നടന്നു പോകണം. ആ പോകുന്ന വഴി നല്ല ഭംഗിയാണ്. 2 സൈഡിലും തേയിലത്തോട്ടങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ കോട ഇങ്ങനെ കയറി വരുന്നതും അവിടെയുള്ള തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയും ഒക്കെ കണ്ടു നിൽക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇതാണ് സീതാർ കുണ്ട് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നെല്ലിമരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയണേന്ന് അറിയില്ല, പക്ഷെ അത് നല്ലൊരു ഫോട്ടോജനിക് ആയിട്ടുള്ള നെല്ലിമരമാണ്. പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് വന്നതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്നൊരു ചെറിയൊരു സെറ്റപ്പിലായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യമുണ്ടല്ലോ, വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറികൾക്കെല്ലാം. പിന്നീട് നമ്മൾ പോയത് അവിടെ ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാമല്ലേ, നല്ല തണുത്ത കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന പൂക്കളെന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ്. കാരണം നമ്മൾ അതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാൽ പൊതുവേ അത് ഉണ്ടാവൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇച്ചിരി കാറ്റും തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഈ പൂക്കളൊക്കെ എപ്പോഴും പൂത്തു നിൽക്കും. അവിടെ പലതരത്തിലുള്ള ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വീട്ടിലോട്ട് പറിച്ചുകൊണ്ട് വരാൻ തോന്നും. പിന്നെ ഇതുപോലെ ചാമ്പമരത്തണൽ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വെറൈറ്റി ആയിട്ടുള്ള ചാമ്പത്തൈകളും മരങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിനടിയിൽ അവർ കസേരയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും.
അങ്ങനെ ആ തണലിൽ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ ടൈം. അതുപോലെ തന്നെ കുറേ ഏറുമാടങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പൂക്കളുടെ കാര്യം എടുത്ത് പറയേണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളാണ് അവിടെ ഉള്ളത്. ഈ ചെണ്ടുമല്ലയൊക്കെ കണ്ടില്ലേ, തറയിൽ നിന്ന് അധികം ഹൈറ്റ് പോലും ഇല്ല ഇതിനൊന്നും, പക്ഷെ നിറയെ പൂക്കളാണ്. പിന്നെ ചെറിയ പോണ്ടും അതിനുള്ളിൽ താമരയെല്ലാം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ വെജിറ്റബിൾ ഗാർഡനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇഷ്ടംപോലെ ക്യാരറ്റ്, അതുപോലെ തന്നെ കോളിഫ്ലവർ, ക്യാബേജ്, പാഷൻ ഫ്രൂട്ട്, ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രധാനമായിട്ട് കാണാൻ പോയത് ഓറഞ്ച് തോട്ടമായിരുന്നു. പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ കടലാസ് റോസ് ഇല്ലേ, അതായത് ബൊഗെയിൻവില്ല, അതിൻ്റെ പല വെറൈറ്റിയിലുള്ള ചെടികളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെയെല്ലാം നടന്നപ്പോഴാണ് നമ്മളൊരു ട്രീ ഹട്ട് കണ്ടത്, അതായത് നമ്മുടെ ഏറുമാടം. പിന്നെ അതിന് മുകളിൽ കയറാണ്ട് സമാധാനം വരില്ലല്ലോ, അങ്ങനെ നമ്മൾ അതിന് മുകളിൽ കയറാൻ പോയിട്ടോ. എന്ത് കണ്ടാലും വലിഞ്ഞു കയറുന്ന നമ്മുടെ ശീലമായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഗാർഡൻ ഫുള്ളുമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ചെറിയ യാത്രയായാലും നമ്മൾ എല്ലാവരും ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണല്ലേ. ഇനി ഇതുപോലെ ഒരുപാട് യാത്രകൾ പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും എന്നല്ല, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബായ്.